അബദ്ധം പിടഞ്ഞ് തിരുവനന്തപുരത്തെ എൻഡിഎ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. കേരളത്തിലെ പ്രളയത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ അതിയായ ദുഃഖമെന്നായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. കമന്റ് ബോക്സിൽ രാജീവ് ചന്ദ്രശേഖറിന് പരക്കെ പരിഹാസവും വിമർശനവും. രാജീവ് ചന്ദ്രശേഖർ 2018 സിനിമ ഇപ്പോൾ കണ്ടതേയുള്ളൂ എന്ന പോസ്റ്റിന് കമന്റ് വന്നു. ട്രോളുമായി മന്ത്രി വി ശിവൻകുട്ടിയും മേയറും രംഗത്ത് വന്നു. ഒടുവിൽ രാജീവ് ചന്ദ്രശേഖർ പോസ്റ്റ് പിൻവലിച്ചു. മണിക്കൂറുകൾക്ക് മുൻപ് ഫേസ്ബുക്കിൽ രാജീവ് ചന്ദ്രശേഖർ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ് വലിയ വിവാദമായിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ ഒരുപാട് ട്രോളുകൾ വരികയും ചെയ്യുന്നു. കേരളത്തിൽ പ്രളയത്തിൽ നിരവധി പേർ മരിക്കുകയും ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അതോടൊപ്പം തന്നെ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിലും പങ്കുചേരുന്നുവെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഈ നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് വന്നതിന് പിന്നാലെ വലിയ ട്രോളാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിന് താഴെ ഉണ്ടായത്. അതിൽ മന്ത്രി വി ശിവൻകുട്ടിയും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും അടക്കമുള്ളവർ പ്രതികരണം നടത്തി. വി ശിവൻകുട്ടി പറഞ്ഞത് 2018 എന്ന ചലച്ചിത്രം ഇപ്പോഴാണോ കാണുന്നത്, മാത്രവുമല്ല തിരഞ്ഞെടുപ്പ് അല്ലാത്ത സമയത്ത് കേരളത്തിലേക്ക് വന്നാൽ അല്പമെങ്കിലും ബോധം അവശേഷിക്കും എന്ന ഒരു പരാമർശം കൂടി അദ്ദേഹം നടത്തി. ആര്യ രാജേന്ദ്രനും ആ നിലയ്ക്കുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ഇട്ടത്. 2018 സിനിമയുടെ ഒരു സ്ക്രീൻഷോട്ട് അവരുടെ പോസ്റ്റിന്റെ ഭാഗമായി ഇടുകയും അതിൽ ഇങ്ങനെ അദ്ദേഹം ഇപ്പോൾ ഈ സിനിമയായിരിക്കും കാണുന്നത്, ഇത് സിനിമയാണെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കണം എന്ന ഒരു പരാമർശവുമാണ് മേയറും നടത്തിയത്. ഈ പോസ്റ്റിന് താഴെ നിരവധി കമന്റുകൾ വരികയും ചെയ്തു. ഒരു മണിക്കൂറിന് ശേഷം പോസ്റ്റ് പിൻവലിച്ചു. അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ള ആളുകളാണ് പേജ് കൈകാര്യം ചെയ്യുന്നതെന്നാണ് വിശദീകരണം. അദ്ദേഹം അറിഞ്ഞിട്ടല്ല, കേരളത്തിലെ സാഹചര്യം മനസ്സിലാക്കാതെ അങ്ങനെ ഈ പേജ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഇത്തരമൊരു അബദ്ധം കാണിച്ചു എന്ന ഒരു വിവരമാണ് അവർ നൽകുന്നത്. ഏതായിരുന്നാലും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് എൻഡിഎയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളിലെ ചുമതലയിലേക്ക് പോവുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പേരിലുള്ള ഫേസ്ബുക്ക് പേജിൽ വന്ന പോസ്റ്റ് വലിയ വിമർശനങ്ങൾക്കും കളിയാക്കലിനുമാണ് ഇടയാക്കിയത്. വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം.